നമസ്കാരം സുഹൃത്തുക്കളെ. മഴയാണ്. എങ്ങനെയുണ്ട് നിങ്ങളുടെയൊക്കെ നാട്ടിൽ? നല്ല മഴയാണോ? ഇവിടെ എന്തായാലും ഭയങ്കര മഴയാണ്. പിള്ളേരെല്ലാം നനഞ്ഞ്, ഞങ്ങളും നനഞ്ഞ്. പിള്ളേരെ അഴിച്ചുവിടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് വേണ്ട വെല്ലമോൾ നല്ലപോലെ നടന്ന് നനഞ്ഞ്. ഭയങ്കര മഴയാണ്. നല്ലതുപോലെ തോർന്ന് ഉണങ്ങിയെല്ലാം കിടന്നതാണ് മുറ്റവും പരിസരവും എല്ലാം. അതെല്ലാം ഇതായി അലമ്പായി അങ്ങ് നനഞ്ഞിട്ട്. പിള്ളേരെല്ലാം നനഞ്ഞു. തിണക്ക് അവരൊന്നും നനയത്തില്ല, പക്ഷെ ബെല്ല നടന്ന് നനയുന്നുണ്ട്. ഡോണ് നനഞ്ഞ്. ഭയങ്കര മഴ, തോരാതെ മഴയാണ്. കേരളത്തിൽ മൊത്തം മഴ ഈ പ്രാവശ്യം ഭയങ്കരമായിട്ടും മഴ പെയ്തുകൊണ്ടിരിക്കും. രണ്ട് ഡോണ് നടന്ന് നനഞ്ഞ്. മൊത്തത്തിൽ അലമ്പാണ് മഴയായി കഴിയുമ്പോൾ. പിള്ളേരെല്ലാം നല്ലപോലെ കുളിച്ച് സുന്ദരനായിട്ടൊക്കെ നിന്നതാണ്. അവരെല്ലാം നനഞ്ഞ് നാശമായി. ഇനിയിപ്പോൾ അവർ ദേഹമൊക്കെ രോമമൊക്കെ വാടയെടുക്കും. എന്താ ചെയ്യുക? മഴ തോരുന്നില്ലല്ലോ. തോർന്നിട്ട് ജനങ്ങൾ മൊത്തത്തിൽ ബുദ്ധിമുട്ടിയിരിക്കുകയാണ് മഴ കാരണം. ആർക്കും പണിക്കും പോകാൻ പറ്റുന്നില്ല. ഒന്നിനും പുറത്തോട്ടിറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ മഴയും വെള്ളവുമാണ്. ഡോണ് കാല് മുറിഞ്ഞത് ആകെ നാശമായി. അവനത് കൊണ്ടുകിടന്ന് നനച്ച് ഇതായി. കാലൊന്ന് തുടച്ച് ഓയിൽമെൻ്റ് ഇടാന്ന് കണ്ടിട്ട് ബെല്ല സമ്മതിക്കത്തില്ല. നോക്ക്, വലിയ അലമ്പുണ്ടാക്കുക. പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. അവളോട് മാറാൻ പറഞ്ഞിട്ടും അവൾ കേൾക്കുന്നില്ല. പോകാൻ പറഞ്ഞിട്ടൊന്നും അവൾ പോകുന്നില്ല. അവൾ എൻ്റെ പുറകിന് നടക്കുന്ന പണിയാണ്. എൻ്റെ ദേഹത്തെ ആടി കയറി എന്നോട് കാര്യം പറഞ്ഞ് നടക്കാനാണ് അവളുടെ ഉദ്ദേശം. പറഞ്ഞാൽ കേൾക്കത്തേ ഇല്ല. നോക്ക്, എൻ്റെ ദേഹത്തെ ആടി കയറി എൻ്റെ കീഴിൽ നിന്ന് പോകാതെ എന്നെ അടുക്കലോട്ട് വേറെ ആരും വരരുത്. വേറെ ആരെയും ഞാൻ തൊടുകയും ആരെയും ഒന്നും ചെയ്യരുത്. അതൊന്നും അവൾക്ക് പിടിക്കത്തില്ല. എല്ലാം കണ്ടു കിടന്ന അസൂയ വരുത്ത സാധനങ്ങളാണ്. കുശുമ്പ് മാത്രം. ഡോൺ എവിടെ അഴിച്ചു കഴിഞ്ഞാൽ പേടിച്ചങ്ങ് മാറിയിരിക്കും. കാരണം ഞാൻ പള്ളു പറയുമെന്നും പറഞ്ഞിട്ട്. ഇവള് വിരളി ആയതുകൊണ്ട് നമ്മൾ ചെറുക്കൻ മാറി അങ്ങ് നിൽക്കും. മാറിയിരിക്കുന്നത് കൊണ്ടാണ്. അത് നനച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നത്. മുറിവ് അങ്ങ് വല്ലാതായി. അത് തുടച്ചിട്ട് ഓയിൽമെൻ്റ് ഇട്ട് കൊടുക്കുക. എന്തോ ചെയ്യാൻ, തോരാത്ത മഴ പെയ്യുമല്ലേ. പിള്ളേർക്ക് വെളിയിലോട്ട് പോകണ്ടേ. അവൻ തൂറാനും പിടിക്കാനൊക്കെ അയ്യത്തല്ലേ പോകുന്നത്. അയ്യത്തെല്ലാം വെള്ളം കെട്ടി കിടക്കുന്ന രീതിയാണ്. വെല്ല ഒന്നും സമ്മതിക്കുന്നില്ലെന്നുള്ള. അവളാണെന്ന് അങ്ങ് നനഞ്ഞോളുക. ചടിക തെന്നിപ്പോകുന്നുണ്ടോ? കാലൊന്ന് വൃത്തിയാക്കി ഓയിൽമെൻ്റ് ഇടാൻ അവൾ സമ്മതിക്കത്തില്ല. എൻ്റെ ഇടയിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി. അവളെ മാത്രമേ ചെയ്യാവുള്ളൂ. എന്ത് ചെയ്താലും നമുക്ക് അവളെ തൊടാവുള്ളൂ, അവളോട് സ്നേഹം കാണിക്കാവുള്ളൂ. അങ്ങനെയൊക്കെയുള്ള അസുഖമാണ് അവളുടെ കൈ. തോണ്ടി വിളിച്ച് കാര്യം പറയുകയാണ് നമ്മളോട്. ഈ പിള്ളേരെ ആരെയും നോക്കുന്നതൊന്നും ഇഷ്ടമല്ല. ഡോണിനും അത് തന്നെ. ചാടി അങ്ങ് നേരത്ത് കയറുക, കാര്യം പറയുക നമ്മളോട്. ഞാൻ പള്ളു പറയുക, എന്നിട്ട് അവളതൊന്നും കേൾക്കുന്നില്ല. അവൻ പള്ളു പറയുന്നതുകൊണ്ട് അവൻ ദൂരോട്ട് മാറിയിരിക്കുക, അവനെയും കൂടെ അതൊന്നും പറഞ്ഞിട്ട്. എല്ലാം പള്ളു പറഞ്ഞാലോ അടിച്ചാലോ ഒന്നും അവൾ കീഴിൽ നിന്ന് പോകത്തില്ല. അതെല്ലാം കൊച്ചു പിള്ളേരുടെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതാണ് നമുക്കുള്ളത്. പക്വതയാകാത്തതുകൊണ്ട് അവൾ അടിച്ചാലും പള്ളു പറഞ്ഞാലും ഒന്നും അവൾക്കൊരു വിഷയമല്ല. ഇതിപ്പോൾ മഴ തോന്നുന്നില്ലെങ്കിൽ ചെറുക്കൻ്റെ കാല് നാശമാകുമെന്ന് തോന്നുന്നു. തുടയ്ക്കാൻ പോലും അവൾ സമ്മതിക്കുന്നില്ല. കാലം തുടച്ചിട്ട് ഓയിൽമെൻ്റ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്നാലും അവൻ വെള്ളത്തിലല്ലേ പിന്നെയും പോകുന്നത്. അവനെ കെട്ടിയിടാനും പറ്റത്തില്ല, കൂട്ടിലിടാനും പറ്റത്തില്ല. അവൻ കിടക്കത്തില്ല. അവൻ കിടന്ന് വെള്ളം വെക്കും. ആരും ഇല്ലാതെ അവൻ കൂട്ടി കിടക്കത്തില്ല. ഇപ്പം ഇവിടെ വന്ന് കിടക്കുമ്പോൾ വെള്ളം വെക്കാത്തതെന്ന് പറഞ്ഞാൽ പങ്കിയും പിങ്കിയും ഉള്ളതുകൊണ്ട്, കമ്പനിക്ക് ആളുള്ളതുകൊണ്ട് അവൻ വെള്ളം വെക്കാതെ ഇവിടെ കിടക്കുന്നു. അവൻ്റെ കാല് നല്ലപോലെ മാംസം തെളിഞ്ഞിട്ടുണ്ട്. നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നു, ചെറിയൊരു സ്ക്രാച്ച് പോലെ ഉള്ളായിരുന്നു. ഇപ്പോൾ അവൻ നനച്ച് നാശമാക്കിക്കൊണ്ട് നല്ലതുപോലെ തെളിഞ്ഞിട്ടുണ്ട്. മാംസം കാണാം. അതാണ് മഴ കാരണം മനുഷ്യന് പുറത്തോട്ടിറങ്ങാൻ വയ്യാത്ത രീതിയിൽ മഴയാണ്, വെള്ളവുമാണ്. എല്ലാം നല്ല രീതിയിൽ നനഞ്ഞു. നോക്ക്, ഇനിയിപ്പോൾ അവരെ രോമമെല്ലാം വാടയെടുക്കും. ഒരു ശകലം പോലും മഴ അവൾ കളഞ്ഞില്ലെന്നുള്ളത്. ഇപ്പം നമ്മൾ ചോറുപാട്ട് വന്ന് 1-2 മണിക്കൂറായി. അന്നേരം തൊട്ട് മഴ അനങ്ങി അവൾ കിടന്നു.
മഴ കാരണം പിള്ളേരുടെ ദേഹം ഇനി പെട്ടെന്നൊന്നും ഉണങ്ങത്തില്ല. അത് കനച്ച വാടയെടുക്കുകയും ചെയ്യും ഇവരുടെ രോമം കൂടുതലുള്ളത് കൊണ്ട്. അതുപോലെ ഈച്ചയും കൊതുകും വരും. ഇവിടെ ചന്ദനത്തിരി കാണണം, നമുക്ക് കത്തിച്ച് വെക്കാം. ഇഷ്ടംപോലെ ചന്ദനത്തിരി നമ്മുടെ കമ്പനിയുടെ തന്നെ ചന്ദനത്തിരി ഉണ്ട്, ഏഞ്ചലിൻ്റെ. നമുക്കതെടുത്ത് കുറച്ച് കത്തിച്ച് വെച്ച് കൊടുക്കാൻ മണമുണ്ട്. അതിനകത്ത് മറ്റേ ടൂളിരിപ്പുണ്ട്, അതിനാണ് ബെല്ല അവിടെ വന്ന് കിടന്ന് വരയുന്നത്. അതെടുത്ത് കൊടുക്കുമെന്നും പറഞ്ഞാൽ അത് നോക്കിയിരിക്കും, ഏതാണ്ട് കൊടുക്കുമെന്നും പറഞ്ഞു. ബെല്ല അഴിച്ചു വിട്ട് അവളൊന്ന് പോയി ദൂരം പിടിക്കുകയൊക്കെ ചെയ്തിട്ട് വന്നിട്ട് ചോറും കൊടുത്ത് അങ്ങ് പൂട്ടിയിടാമല്ലോ എന്ന് വിചാരിച്ചാൽ അവൾ അതിനൊന്നും പോകാതെ ഇവിടെ തന്നെ നിൽക്കുക. ഒരു പരിപാടിക്കും പോകാതെ അവിടെ തന്നെ നിൽക്കുക. വെളിയിലായതുകൊണ്ട്, അവിടെ തന്നെ കൂട്ടിൻ്റെ വെളിയിലായതുകൊണ്ട് അതൊക്കെ നമ്മളങ്ങ് സാധിക്കുള്ളൂ. അവിടെ നനഞ്ഞിരിക്കുന്നതുകൊണ്ട് തീപ്പെട്ടി പോലും കത്തുന്നില്ല. ഞാനും സിദ്ധാർത്ഥും നനഞ്ഞു വന്നത്. കോട്ടുമൊക്കെ ഇട്ട് മഴ ആയതുകൊണ്ട് അവർക്ക് സമയത്ത് ചോറ് കൊടുക്കണ്ടേ, അത് കാരണം ഞങ്ങൾ നനഞ്ഞിഞ്ഞ് പോരുന്നത്. ഡോണിൻ്റെ ദേഹം മൊത്തം നനഞ്ഞിരിക്കുക. അവന് ഈ രോമം കൂടുതലായിട്ട് വാടയെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് മണം അടിക്കാൻ വേണ്ടി നമുക്ക് ചന്ദനത്തിരി കത്തിച്ച് അവിടെയൊക്കെ വെച്ച് കൊടുക്കാം. ഈച്ചയും കൊതുകുണ്ടെങ്കിൽ അതൊന്ന് പോവും. നല്ല ജാസ്മിൻ്റെ മണമാണ്. നല്ല മഴയാണ്, മനുഷ്യന് പുറത്തോട്ടിറങ്ങാൻ പറ്റുന്നില്ല. ന്യൂനമർദ്ദമാണെന്ന് പറയുന്നത്. ഇനിയും 2-3 ദിവസം കൂടെ ഉണ്ടെന്ന് പറയുന്നത്. എന്തുവാന്ന്, കേരളം മൊത്തത്തിൽ വെള്ളമായി. 1 മാസത്തിൽ മേളായി. പിള്ളേർക്ക് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തുടങ്ങിയ മഴയാണ്. ഇതുവരെ മഴ മാറിയില്ലെന്നുള്ളത്. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്തായിരുന്നു മഴ. ഇപ്പോൾ അതിന് മുമ്പേ മഴയങ്ങ് തുടങ്ങി. നല്ല മണം അടിക്കുന്നുണ്ട്. എല്ലാവരും മണമൊക്കെ ശ്വസിക്കുന്നു. മഴയായി കഴിഞ്ഞാൽ പിന്നെ പിള്ളേർക്ക് അലമ്പാണ്. നല്ല തൂത്തുവാരി വീട് പരിസരവും പിള്ളേരെ കുളിപ്പിച്ച് നല്ല വൃത്തിയാക്കി എല്ലാം ഇതാക്കി എടുത്തതാണ്. ഇനി മഴ കഴിയണം. ഇനി അവരെ ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി ഉണക്കി അവരെ രോമമൊക്കെ ഒന്ന് ഉണക്കിയെടുക്കണമെങ്കിൽ സമയമെടുക്കും. വെള്ളയുടെ രോമം കണ്ടോ, മൊത്തം നനഞ്ഞ് കുളത്തിൽ നിന്ന് എണീച്ച് വന്ന പോലെ അവൾ ചെയ്യുന്നത്. കുറച്ച് ലോഷനും കൂടെ അവിടെയൊക്കെ ഒഴിച്ചു കൊടുക്കുക, മണവും ഇതൊന്നും വരണ്ടല്ലോ. ഈ ലോഷന് നമ്മുടെ ഏഞ്ചൽ കമ്പനിയുടെയാണ്. നമുക്ക് കുറേ കമ്പനിയുടെ കുറേ പ്രോഡക്റ്റ് ഉണ്ട്. ഒരു 10-16 ഐറ്റം സാധനം നമ്മുടെ കമ്പനിയുടെ ഉണ്ട്, ഏഞ്ചലിൻ്റെ. ഇപ്പം നമ്മളതിൻ്റെ വീഡിയോ ഒന്നും ഇടുന്നില്ലെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് സാധനങ്ങൾ ഓർഡർ അനുസരിച്ച് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. ഫോൺ അടുപ്പിച്ച് നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാം. ഈ പിള്ളേരെ നോക്കേണ്ടതുകൊണ്ട് ഒരു കാര്യത്തിനും പുറത്തോട്ട് നമുക്ക് പോകാനൊന്നും പറ്റുന്നില്ല. കറക്റ്റ് 12:30-1 മണി 2 മണിക്കുള്ളിൽ എന്തായാലും എൻ്റെ ഏഞ്ചൽ കമ്പനിയുടെ, നമ്മുടെ കമ്പനിയുടെ പേരിലുള്ള സാധനങ്ങൾ അതല്ല. നമ്മൾ തന്നെ ഉണ്ടാക്കി പാക്ക് ചെയ്ത് വിതരണം നടത്തുന്ന കമ്പനിയാണ് ഏഞ്ചൽ. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് തന്നെ. വെല്ല ഞാൻ എങ്ങോട്ട് പോയാലും കൂടെ തന്നെ നിൽക്കുക. സിദ്ധാർത്ഥിനോട് ഒരു താല്പര്യമില്ല, അവൻ്റെ അടുക്കലോട്ട് പോകുന്നില്ല. ചെല്ലുന്ന ഉടനെ അവൻ്റെ എഴുത്തും എൻ്റെ എഴുത്തും എല്ലാം ചാടി കയറും. അത് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങോട്ട് തിരിയുന്നോ എൻ്റെ പുറകിനാണ്. അതുകൊണ്ട് മുറ്റത്തെല്ലാം വെള്ളം നിൽക്കുക. ആ വെള്ളത്തിൽ കിടന്ന് വരയിക്കോളൂ കൊണ്ട് വെല്ല. നല്ല രീതിയിൽ നനഞ്ഞിട്ടുണ്ട് അവൾ, നല്ല രീതിയിൽ. 2-3 മണിക്കൂറായിട്ട് പെയ്യുന്ന മഴ മൊത്തം അവൾ നനയുക. ഞങ്ങൾ 2-3 മണിക്കൂറായിട്ട് ഇവിടെ ഉണ്ട്. അന്നേരം തൊട്ട് അവൾ നടന്ന് നനയുക. അന്നേരം തൊട്ട് അവനെ അഴിച്ചു വിട്ടതാണ്. എൻ്റെ പാത്രമൊക്കെ കഴുകാൻ എൻ്റെ ബെല്ലമ്മോളാണ് എപ്പോഴും സഹായിക്കാൻ പറ്റുന്നത്. അവളിപ്പം പാത്രമൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ചാൽ മതി, അവൾ കുടിച്ച് വറ്റിച്ച് തരും. കഴുകുന്നിടത്തെല്ലാം വേറെ ആരും വരുന്നില്ല അവൾക്ക്. വെല്ല പാത്രം കഴുകാനും എല്ലാത്തിനും കൂടെ. ഞാൻ എങ്ങോട്ട് പോകുന്നു എൻ്റെ കൂടെ നിഴൽ പോലെ കൂടെ വയ്ക്കും.
ഭയങ്കര സ്നേഹമാണ്. ഈ ആളാണ് അവിടെ നമ്മൾ കൊണ്ട് വിട്ടത്. ഇയാൾ അവിടെ പിന്നെ നിൽക്കുമോ? എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ മെസ്സേജിൽ പറഞ്ഞതുപോലെ കണ്ട വെള്ളമൊക്കെ കുടിച്ച് പാത്രമൊക്കെ കാലിയാക്കി തരുന്നുണ്ടോ. ഇവിടെ വന്നപ്പോഴാണ് അദ്ദേഹത്തിന് വെള്ളയ്ക്ക് ജീവൻ വീണത്. ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര സ്നേഹമാണ്. എങ്ങോട്ട് പോയാലും നിഴൽ പോലെ കൂടെ നിൽക്കുക. ഇപ്പോൾ ചോറ് കൊടുക്കുക, ചോറ് കൊടുക്കുന്ന ഒരു രസമാണ്. സമ്മതിക്കത്തില്ല. സാധാരണ അവൾക്ക് ചോറ് കൊടുക്കുന്നതിന് മുമ്പ് അവളെ പൂട്ടുന്നത് മഴയായതുകൊണ്ട് കുറച്ച് നേരം അവിടെ നിൽക്കട്ടെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഈ പിള്ളേരുടെ ചോറും കൂടെ തട്ടിക്കളയുന്ന ഒരു പണിയാണ് അവിടെ കയ്യിലുള്ളത്. വിരളി പാത്രത്തിനകത്തൂടെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി അത് തട്ടിക്കളയും. ഇന്ന് ഇപ്പോൾ തിളച്ച വഴുതി നേരത്തെ ഇഞ്ഞ് കൊണ്ടുവന്നതാണ്. നേരെ കുക്കറിനകത്ത് നിന്ന് ഇറക്കി അതിനകത്തോട്ട് വെച്ച് ഇഞ്ഞ് കൊണ്ടുവരുന്നത്. ഭയങ്കര ചൂടാണ്. അവൾ വിളിക്കുന്ന നോക്ക് അവൾക്ക് കൊടുക്കാനെന്ന് പറഞ്ഞിട്ട് വിളിച്ച് കാര്യം പറയുന്ന നോക്ക്. ആവി പറക്കും, അത്രയ്ക്ക് ചൂടാണ്. ചൂടോടെ എടുത്ത് തട്ടിക്കൊണ്ട് വന്നതാണ്. അവൾ വന്നിരുന്ന് കാര്യമൊക്കെ പറയുന്ന നോക്ക്, കാര്യം പറയുന്ന നോക്ക് അവൾക്ക് കൊടുക്കാനെന്നുള്ള രീതി. വേറെ ആരും അടുത്ത് വരുന്നില്ല. അവൾ പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മാറാതെ നിൽക്കുക. തോണ്ടി വിളിക്കുക അവൾക്ക് കൊടുക്കാനെന്ന് തോണ്ടി വിളിക്കുക. കാര്യമൊക്കെ പറയുക. കാണണം കാര്യം പറച്ചിലൊക്കെ. ചൂടായതുകൊണ്ട് കഴിക്കത്തില്ല. എല്ലാവരും മാറിയിരിക്കുന്ന ചൂടായതുകൊണ്ട്. ഡോണിൻ എന്ന് പറഞ്ഞാൽ വെല്ല ഇനി കൊണ്ട് കൂട്ടിലാക്കാതെ അല്ലെങ്കിൽ കെട്ടിയിടാതെ ഡോൺ ആക്റ്റീവ് ആകത്തില്ല. ഡോണ് മാറിയിരിക്കുക. അവളെ പള്ളു പറയുന്നതായിട്ട് അവൻ വിചാരിക്കുന്ന അവനെയും പള്ളു പറയുന്നു പറഞ്ഞ് അവൻ മാറിയിരിക്കും. അവനോണ്ട് മാറി ദൂരെ പോകുന്നുണ്ട്. അത് പുറഞ്ചൊറിയുന്നുണ്ട്. അവൻ ജനലെ കൊണ്ടിട്ട് പുറഞ്ചൊറിയുന്നു. അവനും അത്യാവശ്യം നനഞ്ഞിരിക്കുക. എന്നാലും വല്ല അന്യായ നനയൊക്കെ ആയിപ്പോയി. അവൾ ശകലം പോലെ മഴ വിട്ടില്ലെന്നുള്ള അവിടെ ദേഹം കണ്ട കുളത്തിൽ വീണിട്ട് എണീച്ച് വന്നതുപോലെ ഇരിക്കുന്നത്. ഇന്ന് മഴ ആയതുകൊണ്ട് ഞാൻ നേരത്തെ കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ വെച്ച വഴുതി ഇങ്ങനെ എടുത്തുകൊണ്ട് പോരുന്നത്. അതുകൊണ്ട് ആവി പറക്കുന്നേ ഉള്ളൂ. ഭയങ്കര ചൂടാണ്. അപ്പം ചോറൊക്കെ കഴിച്ച് പിള്ളേരിങ്ങനെ കിടക്കട്ടെ. എന്തോ ഞാൻ മഴ കാരണം എന്താണ്ട് ഇത് കണ്ടോ. ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് ഫോണിൽ എന്നെ വിളിച്ചിട്ടൊരു കാര്യം ചോദിച്ചായിരുന്നു. അവനൊരു പട്ടിയെ വാങ്ങാൻ ഒരാൾ കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ചോറ് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ അടുക്കലോട്ട് ചെല്ലരുതെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ അവനോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആ പട്ടിയെ ഒരിക്കലും മേടിച്ചുകൊണ്ട് വരരുത്. വന്നാൽ നമ്മളകത്ത വശത്ത് അവർ ചോറ് ഇരുന്ന സമയത്ത് അടുത്ത കാണും നിന്ന് നമ്മളെ ചാടി പിടിക്കത്തില്ലേ. ഞങ്ങൾ കണ്ട് ഇതിനെ എല്ലാം വളർത്തിയേക്കുന്നതെന്ന് പറഞ്ഞാൽ വാരി കൊടുത്താണ് വളർത്തിയേക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ചോറ് കാണുമ്പോഴോ അല്ലാത്തപ്പോഴോ ഒന്നും അവർ വയലൻ്റ് ആകത്തില്ല. അപ്പോൾ ഇത് എൻ്റെ ആ സുഹൃത്തിന് കാണാനും കൂടെയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടേക്കുന്നത്. നമ്മുടെ പിള്ളേരെ എല്ലാവർക്കും നമ്മൾ വാരി കൊടുത്ത് തന്നെ വളർത്തുന്നത്. അവർക്ക് ചോറ് കാണുമ്പോൾ ഒന്നും ഒരു ദേഷ്യവും വരത്തില്ല. അവരാരെയും കടിക്കാനും വരത്തില്ല. ചില പട്ടികളുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ദൂരെ വെച്ച്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്. അവൻ ചോറ് കൊണ്ടുവന്ന് ദൂരെ വെച്ചിട്ട് കമ്പിന് തള്ളി അങ്ങോട്ട് വെച്ച് കൊടുക്കുക. കാരണം ചോറ് കണ്ടു കഴിഞ്ഞാൽ ഈ പട്ടികൾ ചാടി കടിക്കാൻ ചെല്ലും. അങ്ങനെയുള്ള പട്ടികളെ വളർത്തരുതെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു അങ്ങനെയുള്ള പട്ടികളെ മേടിക്കരുത്. നമുക്ക് ഓർക്കാപ്പുറത്ത് അതിൻ്റെ അടുക്കലോട്ട് അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ അവർ ചാടി പിടിച്ചാൽ എന്ത് ചെയ്യും? ഇതുണ്ട് നമ്മളെ പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും നമ്മൾ വാരി കൊടുത്ത് തന്നെ വളർത്തുന്നത്. അവർക്ക് ഒരു വിഷയമില്ല. അവരണ്ണാക്കി കൈയിട്ടിട്ട് ഇറച്ചി കഷ്ണം വരെ എടുക്കുക, ഒന്നും പറയത്തില്ല അവർ. ആ രീതിയിലുള്ള പിള്ളേരെ വളർത്താവുള്ളൂ. അല്ല നമ്മൾ ഡേഞ്ചർ സോണിലുള്ള ഇതിനെ മേടിച്ചുകൊണ്ട് വന്നാൽ അതും വലിയ പട്ടിയാണെന്ന് പറയുന്നത്. അവനത് മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ചോറ് കൊടുത്തിട്ട് തിരിഞ്ഞ കാണാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഇത് കയറി പിടിക്കത്തില്ലയോ. അങ്ങനെയുള്ള പട്ടികളെ മേടിക്കരുത്. നാടനായാലും ഏത് സൈസായാലും അങ്ങനെയുള്ളതിനെ മേടിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ദാണ്ട ഇവർക്കെല്ലാം വാരി കൊടുത്ത് കാണിക്കുന്നത്. അങ്ങനെയുള്ള ഇതേ രീതിയിൽ ഇണങ്ങി നമ്മുടെ കൂടെ നിൽക്കുന്ന പിള്ളേരെ മാത്രമേ നമ്മൾ വളർത്താൻ ശ്രമിക്കാവുള്ളൂ. അല്ലെങ്കിൽ അബദ്ധവശത്താൽ അവർ നമ്മളെ പെരുമാറും. ചിലയിടത്തുണ്ട്, ഒരുപാടടുത്തുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്. അവൻ ദൂരെ വെച്ച് കൊടുത്തിട്ട് കമ്പിന് ചോറ് തള്ളി അങ്ങോട്ട് വെച്ച് കൊടുക്കും. എന്തിനാ അങ്ങനെ വളർത്തുന്നത്? അതിനെ സ്നേഹിച്ച് അതിനെ നോക്കി വളർത്താൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആണെന്നുണ്ടെങ്കിൽ മാത്രം വളർത്തിയാൽ മതിയല്ലോ. അല്ലാതെ നമ്മൾ ചോറ് കൊടുത്തിട്ട് ദൂരെ ഇന്ന് പേടിച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതുങ്ങളെയൊന്നും നമ്മൾ പേടിച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ. അവരെ സ്നേഹിച്ച് അവർ നമ്മുടെ കൂടെ നിൽക്കുക, ഏത് അവസ്ഥയിലും നമ്മുടെ കൂടെ നിൽക്കുന്ന പിള്ളേരാണ്, അവരെയാണ് വളർത്തുന്നത്. അപ്പോൾ എൻ്റെ സുഹൃത്തിനുള്ള സംശയമാണ് ഞാൻ ഇന്നിപ്പോൾ കാണിച്ചത്.
ഇങ്ങനെയുള്ളവരെ വളർത്തുക. അവരെ അണ്ണാക്കി കൈ ഇട്ടെടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ നമ്മൾ കൈ വെച്ച് കൊടുത്താൽ നമ്മുടെ കൈ കടിക്കത്തില്ല, അവർ അത് തിന്നും. അല്ലെങ്കിൽ അവർ ആ സ്നേഹത്തോടെ നമ്മൾ കാണുമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടാണ് ഞാൻ ഈ കാണിച്ചത്. ഞങ്ങൾ എത്ര പേരെ വളർത്തിയിട്ടുണ്ടോ അവർക്കെല്ലാം ചോറ് വാരി കൊടുത്ത് തന്നെ വളർത്തിയത്. അവരാരും ചോറ് കാണുമ്പോൾ, ഈ സാധാരണ പെൺപട്ടികൾ ഈ ചോറ് കൊടുത്തു കഴിഞ്ഞാൽ അടുക്കളോട്ട് ചെല്ലുമ്പോൾ വയലൻ്റ് ആകുമെന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലെ പിള്ളേർ ആരും വയലൻ്റ് ആകത്തില്ല, ആർക്കും ഒരു ദേഷ്യം വരുന്നില്ല. അവരെ പാത്രത്തിലിട്ട് ഇളക്കുക, അവരുടെ കയ്യിൽ നിന്ന് വാരി അടുത്തവർക്ക് കൊടുക്കുക, അവർക്കൊന്നും ഒരു ഇതുമില്ല. അപ്പോൾ ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അങ്ങനെയുള്ള ഇതിനെ മാത്രമേ വളർത്താവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം നേരുന്നു. വീണ്ടും നാളെ കാണാം. ഓക്കെ, ബൈ.